നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്താണ്, നമ്മുടെ മഴ തകർത്ത് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള എന്താണ് നിങ്ങളുടെ ബന്ധു വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ക്യാമ്പിലേക്കോ ഇത്തരത്തിലൊക്കെ മാറുക. ഓക്കെ ഓക്കെ അപ്പം എന്നാലും കനത്ത മഴ ആണെങ്കിലും നിങ്ങൾ എന്താക്കണം, നമ്മുടെ പി എസ് സി പഠന ഒരു തരത്തിലും നിർത്താൻ വേണ്ടി പാടില്ല, ഒരു തരത്തിലും ഒരു ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ അല്ലേ? ഇപ്പം മഴയോ വെയിലോ തണുപ്പോ എന്തിനു ബാധമല്ല, നമ്മുടെ പഠനത്തിനെ ബാധിക്കേ ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 10 കറണ്ട് അഫയേഴ്സ് ചോദ്യം, 2022 ഏറ്റവും പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂട്ടുകാരെ. 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നാണ് ചോദ്യം. എന്താണ് കൂട്ടുകാരെ ചോദ്യം? എന്താണ്? 2024 കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ? യെസ്, ഓപ്ഷൻ എ എം മുകുന്ദനാണ്. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? എം മുകുന്ദൻ. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? എന്താണ്? 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ് എന്നാണ് ചോദ്യം. എന്താണ്? യെസ്, ഓപ്ഷൻ ബി മാലു. എന്താണ്? ഓപ്ഷൻ ബി മാലു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? യെസ്, മാലു. ഓക്കെ അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്ത്? എന്താണ്? താഴെ പറയുന്നവയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് എന്താണ്? ഓപ്ഷൻ സി INTRV 01 എന്നാണ് നിലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കോഡ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോക ധ്യാന ദിനം എന്നാണ്. ലോക ധ്യാന ദിനം എന്നാണെന്ന് ചോദിച്ചാൽ പറയണം. എന്നാണ് കൂട്ടുകാരെ ലോക ധ്യാന ദിനം? യെസ്, എന്താണ്? മാർച്ച് 21. ലോക ധ്യാന ദിനം എന്നാണ് മാർച്ച് 21. മനസ്സിലാവുന്നില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോൾഡ് ഈഗിൾ ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്? ബോൾഡ് ഈഗിൾ ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണെന്ന് ചോദിച്ചാൽ പറയണം. ഓപ്ഷൻ ഡി അമേരിക്ക. എന്താണ്? ഓപ്ഷൻ ഡി അമേരിക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. ഇനി എൽ മുരളീധരന് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്? എൽ മുരളീധരന് താഴെ പറയുന്നവയിൽ ഏത് കായിക ഇനത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് എന്താണ് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം. എന്താണ്? ഓപ്ഷൻ ബി ബാഡ്മിന്റൺ. എന്താണ്? ബാഡ്മിന്റൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ എത്രാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ? കേരളത്തിന്റെ എത്രാമത് ഗവർണറാണെന്ന് ചോദിച്ചാൽ പറയണം. 23ാമത്. എത്രാമത് ഗവർണറാണ്? 23ാമത്. കേരളത്തിന്റെ 23ാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ വിമാന കമ്പനി ഏതാണ്? യെസ്, ഓപ്ഷൻ ബി എയർ ഇന്ത്യ ആണല്ലേ. ഓപ്ഷൻ ബി എയർ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 114 വർഷം കൂടുമ്പോൾ ആഘോഷിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമായ മഹാകുംഭമേള 2025 നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. എന്താണ്? 144 വർഷം കൂടുമ്പോൾ ആഘോഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമായ മഹാകുംഭമേള 2025 നടന്നത് എവിടെയാണ്? യെസ്, എന്താണ്? പ്രയാഗ് രാജ്. ഓപ്ഷൻ എ പ്രയാഗ് രാജാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ചിത്രത്തിലെ ഗാനത്തിനാണ് പി ജയചന്ദ്രന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം. യെസ്, ശ്രീനാരായണ ഗുരു. ഏത് ചിത്രത്തിലെ ഗാനത്തിനാണ് പി ജയചന്ദ്രന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ശ്രീനാരായണ ഗുരു. ഓക്കെ അല്ലേ? അപ്പം 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് മാർക്ക് എന്താക്കണം? ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയേഴ്സ് വീഡിയോസും PYQ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അതൊക്കെ കാണുക. വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം. ബൈ ബൈ, സീ യു.